ഇന്നത്തെ ടോപ്പിക് ഡീജനറേറ്റീവ് സ്പോണ്ടൈലോസിസ്, അതായത് നട്ടലിൻ്റെ തേയ്മാനം. നമ്മുടെ നട്ടലിൻ്റെ എല്ലുകൾ 33 ചെറിയ എല്ലുകളാണ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി, ഇതിൻ്റെ ഉറപ്പ് എല്ലിന് മാത്രമല്ല, പക്ഷേ എല്ലിൻ്റെ ഇടയിൽ കുറേ ഡിസ്ക് പോലെ സംഭവങ്ങളുണ്ട്. അതുകൂടാതെ അതിന് ചുറ്റും കുറേ മസിൽസ് ഉണ്ട്. തേയ്മാനം വരുമ്പോൾ ജോയിൻറ്റിൻ്റെ ആ സ്റ്റെബിലിറ്റി, അതായത് ആ ഫ്ലെക്സിബിലിറ്റി കുറയാൻ തുടങ്ങും. സ്റ്റെബിലിറ്റി അല്ല, ഫ്ലെക്സിബിലിറ്റി. സോ എന്താ പറ്റുന്നത് വെച്ചാൽ, നേരത്തെ മടങ്ങാൻ പറ്റുന്ന ഒരാൾക്ക് മെല്ലെ അത് ഉറച്ചു പോകാൻ തുടങ്ങും, സ്റ്റിഫാവും. സോ എന്താ പറ്റുക, സ്റ്റിഫ് ആവുമ്പോൾ എന്താ പറ്റുക, ചുറ്റുമുള്ള മസിൽസിൻ്റെ ഇടയിൽ ലോഡിങ് കൂടും. തേയ്മാനം വന്നാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. സോ നമുക്കെന്താ ചെയ്യാൻ പറ്റുക, ചുറ്റുമുള്ള മസിൽസിൻ്റെ ശക്തി കൂട്ടിയാൽ മതി. ചില ആൾക്കാർക്ക് തേയ്മാനം വന്നാൽ ഞരമ്പിൽ ബാധിക്കും. ആ വിഷയത്തിനെ പറ്റി ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. സോ ഡീജനറേറ്റീവ് സ്പോണ്ടൈലോസിസ്, അതായത് നട്ടിലുള്ള തേയ്മാനം, ഫസ്റ്റ് സ്റ്റെപ്പ് ഫിസിയോതെറാപ്പിയാണ്. ചുറ്റുമുള്ള മസിൽ സ്ട്രോങ് ആക്കിയാൽ ആ ഫ്ലെക്സിബിലിറ്റി, കുറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയുടെ ആ ഡിസഡ്വാൻറ്റേജ് നമുക്ക് മാറ്റാം. താങ്ക് യു.